ടേസ്റ്റ് ആൻഡ് ടോക്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലിയൊക്കെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സ്വീറ്റ് തന്നെ പരിചയപ്പെടാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ദീപാവലി സമയത്ത് വളരെ കോമൺ ആയിട്ട് അവർ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സ്വീറ്റാണ് ശക്കർപ്പാര. ശക്കർപ്പാര സാധാരണ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഡയമണ്ട് കട്ട്സ് ഒക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം വളരെ ഈസി ആയിട്ട് വളരെ ക്രഞ്ചി ആയിട്ടുള്ള ഈ ശക്കർപ്പാര എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ഷബാന. ശക്കർപ്പാര തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ബോയിലായിട്ട് വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ റവയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ബോൾ പോലെ നമുക്കിങ്ങനെ കട്ടിയിൽ കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവം. ഈ ഒരു പരുവം എത്തുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് എല്ലാം കൂടെ ഒറ്റ പ്രാവശ്യം ചേർത്ത് കൊടുക്കരുത്. കുറച്ചായിട്ട് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിതിനെ കവർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ശക്കർപ്പാര ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ലൂസായി പോവും. 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഡോ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം തിന്നായിട്ട് ചെയ്യരുത്. അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടി ചെയ്യുക. കുറച്ച് കട്ടിയിൽ പരത്തിയാൽ മാത്രമേ ഇത് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ശക്കർപ്പാര കിട്ടുള്ളൂ. കണ്ടോ, ഇത്രത്തോളം തിക്നെസ്സിൽ നിങ്ങൾ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാനിതിൻ്റെ 4 സൈഡിലും ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് വീണ്ടും ഉരുട്ടിയിട്ട് പരത്തി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് കട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതെല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് പീസുകളാക്കി മാറ്റാൻ പോവുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ ഓരോ പീസും നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് തിരിച്ചും മറിച്ചിട്ടതിന് ശേഷം ഇതിനെ വറുത്തെടുക്കുക. അതല്ല നിങ്ങൾ തീ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചുവന്ന കളർ വരികയും അതുപോലെ തന്നെ ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചെറിയ തീയിൽ കുറച്ചധികം സമയം തന്നെ എടുത്തിട്ട് ഇതിനെ വറുത്ത് കോരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ദീപാവലി സ്വീറ്റായ ശക്കർപ്പാര ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കണ്ടോ, ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. വളരെ ക്രിസ്പിയാണ്, സ്വീറ്റാണ്,
നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.